ഞാൻ നിങ്ങൾ പത്രക്കാരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ സമ്മേളനത്തിലിരിക്കും. ഇത് മനഃപൂർവ്വം താങ്കളെ വേട്ടയിടാണ്. ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മാധ്യമക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ DC ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു, ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനറിയാതെ എൻ്റെ ആത്മകഥ അതിലൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യമായി കാണുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു. എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇത് 10 മണിക്ക് പ്രകാശനം ചെയ്യുന്നു. ഇത് ഒരു കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുള്ള, മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ യഥാർത്ഥത്തിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു നടപടിയാണിത്. ഇത് സംബന്ധിച്ച് നിയമ നടപടി ഞാൻ സ്വീകരിക്കാൻ പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം താങ്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത് അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാണും. ഗൂഢാലോചനയാണോ? പിന്നെന്താ, ഞാൻ നോട്ടീസ് അയക്കും. ഇന്നെ അയക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ, ഞാനിപ്പോൾ അത് എഴുതുന്നത് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കും. ആ പുസ്തകം ഇങ്ങനെ ഇന്ന് പ്രകാശനം ചെയ്യുക, അതായത് അതിൻ്റെ അകത്ത് ഇന്നതെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണ് അതെല്ലാം. ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് പുറകിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെന്നാണ് എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം. ഞാനിപ്പോൾ എൻ്റെ വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം. ഇന്നലെ പിന്നെ നിങ്ങൾ 24 ആണ്. ഇന്നലെ നിങ്ങൾ 24 വാർത്ത വന്നു. എന്നറിയോ, ഇവിടുന്ന് ഒരു പണം പിടിച്ചില്ലേ, അത് ഞാനാണ്. അത് ഞാനാ മുഖാന്തരമാണ് ആ പണം. കേട്ടേക്കള്, ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല. ഞാൻ പോയത് വയനാട്ടിലാണ്. ഇതാ വാർത്ത കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ വാർത്ത കൊടുക്കുക, അതുണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുക, ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കോൺഗ്രസ് നേതാവിൻ്റെ ആരോപണമായിരുന്നു. ഇത് EP ജയരാജനുമായിട്ട് അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും. നിർണായക ഘട്ടങ്ങളിൽ CPM കടക്കുന്ന സമയത്തല്ല EP-നെ വെച്ച് ഇത്തരത്തിൽ വിവാദം വരുന്നത് എന്തുകൊണ്ടായിരുന്നു? അതിന് എനിക്കൊരു മാവുള്ള മാവിലേക്കല്ലേ എറിയൂ.